ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിയ മാംഗോ പുഡിംഗ് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ 2 മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് 250 ml ആണ്, ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് ചിയ സീഡ്സ് ഉണ്ട്. അതേപോലെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിയ സീഡ്സ് കുറച്ച് പാത്രത്തിലെടുത്തിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ആൻ അവർ മുന്നേ ഒക്കെ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക. ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പം നമ്മുടെ കൺസിസ്റ്റൻസി കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി വരും നമ്മുടെ പുഡിങ്ങിന്. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ഞങ്ങൾ ഒത്തിരി മധുരം പ്രിഫർ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അത് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്സ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ, ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം കഴിക്കുക. സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക.